പ്രത്യേകിച്ച് വിശേഷിച്ചാലും സ്ഥാനത്ത് ഒരുപാട് കൂട്ടുകാരും അടുത്തോട് കുടുംബക്കാരും ഒക്കെ ഉള്ള ഒരു പ്രദേശത്താണ്. അവിടെ ഒരു വേദിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നേരെ എൻ്റെ മനസ്സിലിങ്ങനെ ഇച്ചിരി ഒരു പൊടിക്ക് അടങ്ങി മര്യാദയ്ക്ക് നിൽക്കണമെന്നൊക്കെ ഒരു തോന്നൽ. അല്ലെങ്കിലും അങ്ങനെ നിൽക്കാറുണ്ട്. ഒന്നുകൂടെ ഒതുങ്ങുന്നൊരു തോന്നലുണ്ട്. പിന്നെ ഇതുപോലൊരു വേദിയിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടിയും പരിചയമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നിയാൽ സമയമാകുമ്പോൾ മാറുപോകും. പിന്നെ സമ്മാനമൊക്കെ കിട്ടുന്നത് തന്നെ അതുകൊണ്ട് വരാതിരിക്കാനും പറ്റത്തില്ല. കരിയൊക്കെ രണ്ട് പ്രാവശ്യമേ പിടിച്ചായിരുന്നു. അന്നേരം വരാൻ പറ്റില്ല. അത് നന്നായി. സനൽകുമാർ വന്നിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് വൈകിച്ചത് എല്ലാവർക്കും ഒപ്പം ഇച്ചിരി വെള്ളമൊക്കെ വെക്കട്ടെ, കട്ടുന്നവർക്കുള്ള ബസ്സിലൊക്കെ വരട്ടെ വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ്. ഇനി ബസ്സിൽ വരുമെന്ന് തോന്നുന്നില്ല. എന്നാൽ പിന്നെ ഉള്ളത് കരയേണ്ടാന്ന് വിളിച്ച് പ്രാവശ്യം ഓടി വന്നതാണ്. അതിൻ്റെ ഒരു കടപ്പാടും സ്നേഹമൊക്കെ എല്ലാവർക്കും അറിയിക്കാറുണ്ട്. സിനിമ നടനാകണമെന്ന് വലിയ മോഹമുണ്ടെങ്കിലും അങ്ങനെ ആവാൻ ചില കുറവുകളൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിച്ചു വേണം. എങ്കിലും നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം, നല്ല സിനിമയുടെ ഭാഗമാകണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഓടി നടക്കുന്നുണ്ട്. നമുക്കിന്ന് ഗോപാലയുടെ വരുമെന്ന് അറിഞ്ഞു. അദ്ദേഹത്തിന് വരാൻ പറ്റിയെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സും സ്നേഹവും നമ്മളോടൊപ്പം കാണും. പക്ഷെ എന്നെ സംബന്ധിച്ച് അതിനേക്കാളും കുറച്ചുകൂടെ കുറെ കൂടെ പറഞ്ഞാൽ എനിക്ക് മനസ്സിൽ ഒരുപാട് അനുഭവം ഒരാളെന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങാൻ. ഞങ്ങളൊക്കെ തുടക്കത്തില് അദ്ദേഹം ആർട്ട് ഡയറക്ടറായി ഇരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തോട് എനിക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. പതിനാല് സാറൊക്കെ ഇന്നിപ്പോ സിനിമയുടെ ഒരുപാട് ടെക്നിക്കലായിട്ട് ഒരുപാടൊക്കെ വളരെ ഞാൻ കരുതുന്ന പറഞ്ഞ പടത്തിനൊക്കെ വേറെ ഒരു അഭ്യാസവും ഇല്ലാതെ നേരിട്ട് കൊണ്ട് നമുക്ക് വിജ്ഞാപിലേക്ക് പത്തി കഴിച്ചത് നാട്ടുകാരൊക്കെയാണ് കാര്യം വെച്ചത്. നിങ്ങളിപ്പോൾ ഗന്ധർവ്വം കണ്ടത് അറിയാം. അന്ന് എല്ലാം വേറെ കടത്തരങ്ങളൊന്നുമില്ല ആ സമയത്ത്. അതുപോലെ ഒരുപാട് കൂടെ പല അതിശയത്തോടെ ഞാൻ കൂടെ അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്യുമ്പോൾ അതൊന്നും കണ്ടിട്ടുണ്ട്. ഗന്ധർവ്വന്റെ നെറ്റിയിലെ ക്രൗൺ കത്തുന്നതും നാടകങ്ങളും ഗന്ധർവ്വനിട്ട് മിന്നാമിനും പറക്കുന്നതും ഒക്കെ ഒരുപാട് അതിശയത്തോടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മലയാളത്തിന് അത് വാരോളം നമ്മളെ എത്തിക്കേണ്ട ഒരുപാട് വളരെ ഉയരങ്ങളിലേക്ക് വരെ എത്തിച്ച ഗുരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ നിങ്ങളുടെ മുന്നിൽ ഉത്സാഹിച്ചാൽ ഇനിയിപ്പോൾ അടുത്ത ഗോകുലത്തിന്റെ പടമാണ് അത് ചെയ്യാൻ പോകുന്നത്. നായകനൊന്നും ആയിട്ടില്ല. ഇച്ചിരി മസിലൂടെയൊക്കെ വന്നു എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം പെട്ടെന്ന് വന്നാൽ ഒരു പക്ഷേ ചിലപ്പോൾ അതിനോട് ചെയ്യുന്നവരെ ഉണ്ടായിരിക്കും. നിങ്ങളുടെയൊക്കെ മനസ്സ് പ്രാർത്ഥിക്കില്ല. ഞാൻ എത്ര നോക്കി ഭക്ഷണം എങ്ങനെ കഴിച്ചിട്ട് ശരിക്കും പിടിക്കുന്നില്ല. ഇനി പ്രാർത്ഥനയുള്ള എന്തെങ്കിലും ഒരു സ്നേഹം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ചിലപ്പോൾ നമുക്കത് നേടിയെടുക്കാം. എനിക്ക് അനുദിനം എൻ്റെ പ്രാർത്ഥനയ്ക്കൊപ്പം എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ നന്ദി പറയുന്നു. ഇത്രയും വലിയ സമ്മാനങ്ങൾ തന്ന് നിങ്ങളുടെ മുമ്പിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് ഹരി മോഹൻ ഉൾപ്പെടെയുള്ള എല്ലാ കൂട്ടുകാർക്കും മാനവസഭയുടെ പ്രവർത്തകർക്കും അതിൻ്റെ ഭാരവാഹികൾക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും എല്ലാം ഞാൻ നന്ദി സ്നേഹവും സഹപാഠം അറിയിച്ചു.